മംഗൽപാടി മുട്ടംകടപ്പുറത്ത് മത്സ്യബന്ധന തോണിയും എഞ്ചിനും വലയും കത്തിനശിച്ചു. ബേരികെ ബങ്കരമുട്ടത്തെ കീർത്തേഷ് ദാമോദരന്റെ ഉടമസ്ഥതയിലുള്ള തോണിയും മത്സ്യബന്ധന സാമഗ്രികളുമാണ് കത്തിനശിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വ്യാഴാഴ്ച പുലർച്ചെ 2:30 മത്സ്യബന്ധനത്തിന് പോകാനെത്തിയ തൊഴിലാളികളാണ് കുമ്പള പോലീസിനെയും ഉടമയായ കീർത്തേഷിനെയും തോണിയും എഞ്ചിനും വലയും കത്തിനശിച്ചതായി വിവരമറിയിച്ചത്. ഞങ്ങൾ പുലർച്ചെ 2:30 മണിക്ക് ജോലിക്ക് പോകാനായിട്ട് വരുമ്പോൾ തോണി കത്തുകയായി. എങ്ങനെ കത്തിയെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ വരുമ്പോൾ എഞ്ചിനും തോണിയും വല എല്ലാം കത്തിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തീയണച്ചിരുന്നെങ്കിലും തോണിയും മത്സ്യബന്ധന സാമഗ്രികളും കത്തിനശിച്ചിരുന്നു. സംഭവത്തിൽ ഉടമയുടെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ബോട്ടുടമ പറയുന്നു. ഇതിന് വലയുണ്ടായിരുന്നു, എഞ്ചിനും ഫൈബറിലും മൊത്തം ഒരു 5-6 ലക്ഷം രൂപയുടെ മുതലായിരുന്നു. എല്ലാം കത്തിപ്പോയി. സംശയത്തിന്റെ പേരിൽ 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. തോണിക്ക് തീവെച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എല്ലാ ദിവസവും പുലർച്ചെ വള്ളവുമായി കടലിലേക്ക് ഇറങ്ങേണ്ട തൊഴിലാളികൾ വന്നപ്പോഴാണ് അവരുടെ ജീവിതമാർഗമായ വള്ളം കത്തിക്കരിഞ്ഞ് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം, ബേരിക്ക മുട്ടം കടപ്പുറത്തുണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. മത്സ്യബന്ധനം കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെയാണ് തോണി കരയിലെത്തിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോകേണ്ടതായിരുന്നു. ഇൻസ്പെക്ടർ KP വിനോദ് കുമാർ, SIമാരായ VK വിജയൻ, ഗണേഷ് എന്നിവരാണ് മുട്ടം കടപ്പുറത്തെത്തി തോണിയും മറ്റും പരിശോധിച്ചത്. ഫോറൻസിക് വിദഗ്ധനും പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.